ഏറ്റവും വലിയ നശിച്ചതാവിന്റെ ഉടമയായ ലക്ഷണം കെട്ടവനായ പേരോട്ടുകാരൻ. ലക്ഷണം കെട്ടവനല്ലെങ്കിൽ ലോകത്താരാഭൂമിനിങ്ങളെ ലക്ഷണം കെട്ടവൻ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അത് നമ്മൾ മനസ്സിലാക്കണം. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവരും ബഹുമാനിക്കുമ്പോ സംഘടനാ വിരോധികൾ അവരെ എപ്പോഴും ഇകയ്ത്തും. അതാണ് ഇപ്പൊ പേരോട് ഉസ്താദ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എ പി ഉസ്താദ് നിങ്ങൾ നോക്കൂ, എ പി ഉസ്താദ് ഇൽമിൽ അഗ്രഗണ്യനാണ്, ആലിമീങ്ങൾക്ക് മാതൃകയാണ് എന്ന് ഞാൻ പറയണ്ട. ബഹുമാനപ്പെട്ട നിങ്ങൾ നോക്കൂ, ചെറുസോന ഉസ്താദ്, അദ്ദേഹത്തെ പോലെ നമ്മളെ പരിചയത്തിൽ ഒരു ഫഖീഹ് ആരാണ്? അദ്ദേഹം എ പി ഉസ്താദിനെ പറ്റി പണ്ടേ അദ്ദേഹത്തോടൊപ്പം 10 കൊല്ലം ഞാൻ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ചെറുസോന ഉസ്താദിനോട് കൂടെ. ആ ചെറുസോന ഉസ്താദ് ഏകദേശ ആലിമീങ്ങളെ പറ്റിയൊക്കെ അഭിപ്രായം പറയും. ഏത് മസ്സല കൊടുക്കണം പറയുന്ന വിഷയത്തിൽ എ പി ഉസ്താദിനെ പറ്റി എന്താ പറയലുണ്ടെങ്കിൽ ഒലിയെന്നാ പറയും. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങൾ മൂപ്പർ ഇങ്ങനെ എന്താക്കുക? സദഖത്തുൽ ഉസ്താദിനെ പറ്റി വരെ മൂപ്പർക്ക് അഭിപ്രായമുണ്ട്. സദഖത്തുൽ ഉസ്താദിന്റെ മസ്സലക്കെതിരെ മൂപ്പര് ലഘുലേഖ അടിച്ചിറക്കിയിട്ടുണ്ട്. എന്താ നിങ്ങൾ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ പറയും, മൂപ്പർക്ക് എപ്പോഴാണ് ആ പടപ്പിന് കിതാബ് നോക്കാൻ സമയം? പക്ഷെ ഞങ്ങൾ മർക്കസിലെ സ്റ്റാഫ് എന്തെങ്കിലും ഒരു ഇസ്കാലാക്കിയാൽ അതിന് ഒരു മറുപടിയായ മറുപടി ആ താടിങ്ങനെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മൂപ്പരായതുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളതല്ല, ആ പറഞ്ഞത് കറക്റ്റായിരിക്കും. അതിന് ലഘുന്യായ ഇൽമ് ഇല്ലാതെ അങ്ങനെ ഒരു മനുഷ്യന് കൊയ്യോ എന്നാണ് ഉസ്താദ് ചോദിക്കൽ. അപ്പൊ ഇൽമിൽ അദ്ദേഹത്തെ പറ്റി ആൾക്ക് അഭിപ്രായം അധ്യക്ഷമില്ല. എന്നിട്ടും ഉസ്താദിന്റെ എതിരാളികൾ അന്തരിച്ചു പോയ ഒരു മൗലവി അവസാനം വരെ പറഞ്ഞത് സമർത്ഥനായ ഒരു പിരിവുകാരനായിരുന്നു എന്നാണ്. സമർത്ഥനായ പിരിവ് രസീവർ ആർക്കും ആയിക്കൂടെ, അതുപോലൊരു കേവലം രസീവറാണ്. അത് അദ്ദേഹത്തെ ഇകയ്റ്റാൻ വേണ്ടിയാണ്. ഇതുപോലെ ഈ തെരീഖത്തില്ലാത്ത ആളുകൾ തെരീഖത്തിന്റെ പേരിൽ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന പല അഹ്വാന്മാരും പേരോട് ഉസ്താദിന്റെ പല ക്ലിപ്പുകളും കാര്യങ്ങളും എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഇകയ്റ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സംഘടനാ വിരോധമാണ് എന്ന് നാം മനസ്സിലാക്കണം. സംഘടനാ വിരോധമാണ്, ദീനിനോടുള്ള വിരോധമാണ്. ഓരോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മളെ സദസ്സിക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി പേരോട് പിന്നെ കുറ്റമ്പാട് ഉസ്താദ് ഉണ്ട്. അപ്പൊ ഞാൻ ഉസ്താദ് ഇരുന്നു എനിക്ക് എല്ലാവരും ഇരുന്നു. ഇനിയിപ്പോ ഞാൻ ആ പറയുന്ന സബ്ജക്റ്റ് ഞാൻ മാറ്റുകയാണ്, കാരണം അത് മോശമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം നോക്കിയാൽ സംഘാടകരായ ആലിമീങ്ങൾ അവര് ഇൽമിന്റെ ഇശാഅത്തും സംഘടനയുടെ ഇശാഅത്തും അതിനോടൊപ്പം അത് പ്രസംഗം കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നടത്താൻ കഴിവുള്ളവരും, അതേ സമയത്ത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ മുന്നോട്ട് വരാത്തവരും, ഇങ്ങനെ പല ഗണത്തിലുള്ള ആലിമീങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ പ്രസംഗ പരമ്പരയിലെ ആലിമീങ്ങൾ അങ്ങനെ നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 15 സംസ്ഥാന സമ്മേളനം അതിൽ മുഖ്യ പ്രസംഗം നടത്തിയതെല്ലാം പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. 16ാം വാർഷിക സമ്മേളന തിരക്കിന്റെ ഇടയിലാണ് മഹാനവറുകൾ രോഗിയാവുകയും മരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 16ാം വാർഷിക സമ്മേളനത്തിൽ സമർത്ഥനായ ഒരു പ്രാസംഗികൻ വേണമെന്ന ആലോചനയിൽ അതിന്റെ മറുപടിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന പുത്തൻ പ്രസ്ഥാനക്കാരെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അദ്ദേഹം അതിനോടൊപ്പം നല്ല പ്രാസംഗികനായിരുന്നു. അതുകൊണ്ട് 16ാം വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന സമസ്തന്റെ പ്രാസംഗികനായ സംഘാടകനാണ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. തിരൂരങ്ങാടി ഇന്നും റഷീദ് നഗർ എന്നൊരു നഗറുണ്ട്. അത് അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടുകാർ സമർപ്പിച്ച നഗറാണ്. പക്ഷേ അദ്ദേഹത്തിന് അധികം അവസരമുണ്ടായില്ല. 40-41 വർഷമായപ്പോഴേക്ക് വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ആ പോസ്റ്റിലേക്ക് നമുക്കൊരു പ്രാസംഗികൻ വേണം എന്ന നിലക്ക് സമസ്തന്റെ അന്നത്തെ സെക്രട്ടറി പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ അന്വേഷണത്തിൽ നെടിയിട്ടുകാർക്ക് ഒരു പ്രാസംഗികന് വേണം, സമസ്തക്കും വേണം നല്ലൊരു പ്രാസംഗികന്. അങ്ങനെയാണ് വാഴക്കോട്
മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ തെക്കൻ കേരളത്തിൽ ദർസ് നടത്തുന്ന വലിയൊരു സുഫിപരിനായ ഉസ്താദ്, അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടാൽ ഒരാളെ കിട്ടുമെന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ വിശദീകരണത്തിൽ നീണ്ടകാലം, അധികം കാലമില്ല, 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. അതുവരെയും അദ്ദേഹം നമുക്ക് വേണ്ടി പ്രസംഗത്തിലൂടെ ഈ ദീനെ നിലനിർത്തി തന്നു. ആ പോസ്റ്റിലേക്കാണ് രണ്ടുപേര് ഇരട്ടകളെ പോലെ കടന്നു വരുന്നത്. മഹാനായ ശൈഖുനാ മർഹൂൻ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എണ്ണിയാൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിലെത്തുന്നു. ഞാൻ അത് ഇനി അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവരൊക്കെ ഓരോ കാലത്തെ ചരിത്രം നോക്കിയാലും ദീനിന്റെ വിരോധികൾ ജനങ്ങളോടുമായി സംവദിക്കുന്ന പ്രഭാഷകന്മാരെ ഒറ്റപ്പെടുത്തി പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് മരിച്ച ഒരു മൗലവി എ.പി. ഉസ്താദിനെ പറ്റി പറഞ്ഞത് സമർത്ഥനായ പിരിവുകാരനാണ്, റിസീവറാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇൽമില്ല. എന്താ, എ.പി. ഉസ്താദിന് ഇൽമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഈ സംഘടന തകരണമെങ്കിൽ ഇന്ന് ഈ ദീനിന് നേതൃത്വം നൽകുന്ന ഉസ്താദിനെ കയറ്റണം. അതുപോലുള്ള ശ്രമം കള്ളത്തരീക്കത്തുകാരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ വട്ടം കളവ് കാട്ടാൽ നമുക്കും തോന്നിപ്പോവും അത് ശരിയാവില്ലേ. അങ്ങനെ തോന്നാൻ നമുക്ക് ഒരു സാധ്യതയില്ല. അത് നമുക്ക് ശരിക്കും പ്രസംഗം കേൾക്കുമ്പോൾ അറിയും. അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധാരണകളൊന്നും ആരും പെട്ടുപോകാതെ നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കണങ്ങൾ, എന്നിട്ട് ഇതും കൂടി കേൾക്കേണ്ടത്. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രചാരകരും പ്രവർത്തകരും ആകണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അടക്കമുള്ള ഉസ്താദന്മാരെല്ലാം സഹോദരന്മാരെ, ഇന്ന് വരാത്ത ഖേദം നിങ്ങൾക്ക് തീരും. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വരുന്ന 7-ാം തീയതി അരീക്കോട് നമ്മൾ വലിയൊരു സമ്മേളനം നടത്തുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്ര, അത് അരീക്കോടാണ്, ഈസ്റ്റ് ജില്ലയുടെ സ്വീകരണം. അത് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ ഈ ശബ്ദം കേൾക്കുന്ന പുരുഷാരും ഈ സഹ്റാനികളായ പണ്ഡിതന്മാർ നിങ്ങൾ മുന്നിലുണ്ടായിരിക്കണം. ഈ കോട്ടുങ്ങളിലുണ്ട, കാരണം അവിടെ കോട്ടിട്ടുകൊണ്ട് സെന്ററി വളണ്ടിയർമാരുണ്ടാവും. അപ്പൊ നിങ്ങൾ കോട്ടൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നാടാണ് അരീക്കോട്. എന്താ ചരിത്രം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുക മറ്റൊരാട് അല്ലല്ല. അരീക്കോടിന്റെ പാരമ്പര്യം അഹ്ലുസുന്നയുടെ പാരമ്പര്യമാണ്. സമസ്ത 1926 രൂപീകരിക്കാൻ തന്നെ കാരണം അതിന്റെ മുമ്പ് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടാണ്. ആ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ അരീക്കോട്ടുകാരനാണ് ബഹുമാനപ്പെട്ട കെ.പി. മുഹമ്മദ് മീറാൻ മുസ്ലിയാർ. അരീക്കോട് നിന്ന് 3 കിലോമീറ്റർ അപ്പുറം കാവനൂർ സ്വദേശിയാണ് അദ്ദേഹം. 1933 ഹജ്ജ് ചെയ്ത ശേഷം പിന്നെ സൗദി അറേബ്യയിൽ പോയി 2 കൊല്ലം കിതാബ് ഓതിയ ആളാ മൂപ്പര്. ആ മഹാനവറുകൾ തിരുവാരി നിലമ്പൂർ ഈ പ്രദേശത്തെ കാളിയായത് കൊണ്ടാണ് താമസം. ഒരു സയ്യിദത്തിനെയാണ് അവർ കല്യാണം കഴിച്ചത്. അങ്ങനെ ബീവിയുടെ വീട്ടിൽ താമസമായത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖബർ മമ്പാട് കാട്ടുമുണ്ടയിലായത്. അദ്ദേഹത്തിന്റെ പേരിലാണ് സമ്മേളന നഗരി. 1926 സമസ്ത നിലവിൽ വന്നപ്പോൾ അന്നേ അതിന്റെ മൊശാവറ മെമ്പറായിരുന്നു അന്നത്തെ ആലിമീങ്ങൾ അൽ ആരിഫു ബില്ലാഹി എന്ന് പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട നാലകത്ത് മരക്കാരട്ടി മുസ്ലിയാർ. ഇത് ഞങ്ങൾക്ക് പേരോട് ഉസ്താദ് തുടങ്ങിത്തന്ന മജ്മഅന്റെ പഴയ ബിൽഡിങ്, അതിനോട് ചേർന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അരീക്കോട് വഹാബി വരാനുള്ള ചില നീക്കണ്ട്. അബ്ദുസ്സലാം മൗലവിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുസ്സലാം മൗലവി എന്നല്ല, മോയിൻകുട്ടീന്റെ അന്ന് പേര്. ഏതായാലും മതം വേറൊന്നാവുമ്പോ പേരും കൂടി മട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സലാം പേര് മാറ്റിയത്. ഏതായാലും മൂപ്പന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ശ്രമം നടക്കുന്നെന്ന് കേട്ടപ്പോ മഹാനവറുകൾ താഴ്ത്തങ്ങാടി ജുമാഅത്ത് പള്ളിയിൽ ജുമാക്ക് പങ്കെടുത്തു. മഞ്ചേരി മുദരിസാൻ, കണ്ണിയത്ത് അദ്ദേഹത്തെ അന്ത ശിഷ്യനാണ്. ആ ജുമാക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വീട് വിറ്റിരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? നജിദിന്റെ കൊമ്പ് ഇവിടെ മുളക്കണം, ഇവരെനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കത് പ്രതിരോധിക്കാൻ എന്റെ മഞ്ചേരിയിലെ ദർസ് തടസ്സാണ്. അതുകൊണ്ട് കുറ്റത്തുനിന്ന് ഒഴിവാകാൻ വേണ്ടി പൊരവിട്ട് ഞാൻ അവിടെ പോവുകയാണ് എന്ന് പറഞ്ഞ് വഹാബീസം ഔദ്യോഗികമായി അരീക്കോട് വരുന്നതിന്റെ 16 ദിവസം മുമ്പ് നാട് വിട്ട് മഞ്ചേരിക്ക് താമസം മാറ്റിയ ആളാണ് നാലകത്ത്
ആലത്ത് മരക്കാലുട്ടി മുസ്ലിയാർ, അതുപോലുള്ള എത്രയോ മഹാന്മാര് ജീവിച്ച നാടാണ് അരീക്കോട്. ആ പാരമ്പര്യത്തിന്റെ പെരുമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 10,000-ൽ പരം ആളുകൾ 12 സോണുകളിൽ നിന്നായി അരീക്കോട് വരുമ്പോ ഈ ശബ്ദം കേട്ട എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ആലിമീങ്ങൾക്ക് ആശംസകൾ നേരുന്നു, കമ്മിറ്റിക്കാർക്ക് നന്ദി പറയുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.